ആവില്ല കേട്ടോ. ആ വീഡിയോ, ഇങ്ങനത്തെ വീഡിയോ ഒന്നും കാണാൻ എന്നെ കൊണ്ട് പറ്റണില്ല. ഓക്കെ, ഞാൻ റിക്കവറായി വരുന്നുള്ളൂ. എനിക്കറിയത്തില്ല. ലല്ലുവിന്റെ കാര്യം എടുത്ത് ചോദിക്കണ്ട. എന്റെ ലല്ലുവിന് കെട്ടിക്കൂടെന്ന് എനിക്ക് ആവശ്യമില്ല. എനിക്ക് കെട്ടണമെങ്കിൽ എനിക്ക് എപ്പോഴേലും അവനെ കെട്ടാൻ എനിക്ക് അതിന്റെ ആവശ്യമില്ല. പടുകുഴിയിലേക്ക് ഞാൻ പോകണോ? നിങ്ങളൊന്ന് പറ, ഞാൻ ഇനി പടുകുഴിയിലേക്ക് പോകണോ? ലല്ലുവിന് ഇനി ഒന്നും പോവാനില്ല. അവനിക്ക് എന്ത് കളികൾ വേണമെങ്കിലും കളിക്കാം. ഫസ്മിനാനെ ഞാൻ കുറ്റം പറയത്തില്ല. ഫസ്മിന ജെന്യൂനാണ്, എല്ലാത്തിനും ജെന്യൂനാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഓള് പാവാ. എന്തുകൊണ്ട് ഡയറിയുടെ വീഡിയോ ഇടാൻ ഇത്രയും താമസിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വിചാരിക്കണ്ടാവും. ഞാനെന്താ ഇപ്പൊ ക്യാമറയുടെ മുൻപിൽ ഇരുന്നിട്ട് എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവ വന്ന് നിങ്ങൾ എല്ലാവരും വിചാരിക്കണ്ടാവും. ഹായ് ഗൈസ്, നമോ ആകാം. ഈ ഒരു വീഡിയോയിലൂടെ അപരാധപ്പിറവികളുടെ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ ഒരു യൂണിവേഴ്സിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ടുള്ള ഈ 4 പേര്, ഫസ്മിന, ലല്ലൂമ്പി, മെഹനാസ് ആൻഡ് സഫു, ഇവരെല്ലാവരും വീണ്ടും ഒന്നിക്കുന്ന ഒരു വീഡിയോ ആണ് സുഹൃത്തുക്കളെ ഇത്. അബ്സല്യൂട്ട് സിനിമ. അതുകൊണ്ട് സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഒരു പോപ്കോൺ ഒക്കെ പിടിച്ച് സീറ്റിൽ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. സംഭവം എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസങ്ങൾക്ക് മുന്നേ കൈസേട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സഫ ലല്ലൂമ്പിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇവരുടെ ഒരു വീഡിയോയും ഫോട്ടോയൊക്കെ ആണെങ്കിൽ ഒരാൾ ID അയച്ചു കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈസേട്ടൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം. कोई भी कदम मेरा होगा ना तेरे बिन तेरे बिन तेरे बिन तेरे बिन तेरे बिन तेरे बिन. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി നമുക്ക് ആള് കഴുത്തിൽ അണിഞ്ഞ ലോക്കറ്റ് തന്നെ ഒരു അടയാളമായിട്ട് എടുക്കാം. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. ഈ ലോക്കറ്റ് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഇനി നമുക്ക് മെഹനാസിന്റെ ഭാര്യ ആയിട്ടുള്ള സഫയുടെ ഒരു വീഡിയോ കണ്ടോക്കാം. വെയിറ്റ് കന്നി വോട്ട്, സോറി അതല്ല, കഴുത്തിലെ ലോക്കറ്റ്. ആ ലോക്കറ്റ് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്നുകൂടെ സൈഡിൽ കൊടുക്കാം. ഈ വീഡിയോയിൽ സഫ അണിഞ്ഞ അതേ ലോക്കറ്റ് തന്നെയല്ലേ ലല്ലും മടിയിൽ കിടന്ന ആ പെണ്ണിന്റെ കഴുത്തിലുണ്ടായിരുന്ന ലോക്കറ്റ്. ഞാൻ രണ്ടിനെയും സ്ക്രീൻഷോട്ട് ഒരുമിച്ച് കാണിച്ചു തരാം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? തൂക്കിച്ചു വന്ന കരങ്ങളോടെ ഫോട്ടോ കാണിച്ചു തരാം. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ. ഷർട്ട് ഇടാതെ നിൽക്കുന്ന ലല്ലു, ഒരു ഓറഞ്ച് ഡ്രസ്സിൽ കട്ടിൽമേൽ ഇരിക്കുന്ന സഫ. ഇനി അതുകൂടാതെ ഇതേ കോസ്റ്റ്യൂമിൽ സഫന്റെ മറ്റൊരു ഫോട്ടോ കൂടി കാണിച്ചു തരാം. ഇതോടെ കാര്യങ്ങൾ പൂർത്തിയായല്ലോ. അത്രേ ഉള്ളൂ. ഇനി ഇത് AI ആണെന്ന് പറഞ്ഞു വരുന്നേക്ക്. സോ ഇതായിരുന്നു കൈസേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ. കൈസേട്ടന് മറ്റൊരാൾ ഇതുപോലെ ഒരു ഫേക്ക് ID അയച്ചു കൊടുത്തേക്കുന്ന ഒരു സംഭവമായിട്ടായിരുന്നു കൈസേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു ഫേക്ക് ID ഇത്തരത്തിൽ ഈ ഒരു വീഡിയോയും ഈ ഒരു ഫോട്ടോസും ഒക്കെ അയച്ചു തന്നിട്ട് എനിക്ക് ഇതുപോലൊരു മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു. ബ്രോ ഇത് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു, ഇത് ഓൾറെഡി സഫ ലല്ലു ഇതിനെ പറ്റിയിട്ട് ഓൾറെഡി പബ്ലിക്കിൽ വന്നൊരു സംഭവം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ബ്രോ ഈ വീഡിയോ ഇതൊന്നും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഇതിനി ഫസ്മിനെയാണോ ലല്ലൂമ്പിയാണോ, ഇത് ആരാണ് ഇത് എനിക്ക് അയച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് ഒന്നും വരാത്തൊരു ക്യാമിയോ ആയിട്ട് പുറത്തുനിന്നുള്ള അടുത്ത ആരാണ്, ഇതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ ഫുൾ കൺഫ്യൂഷനായിട്ട് കിടക്കുകയാണ്. കാര്യം ഈ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലല്ലൂമ്പി ത്രൂ അല്ലെങ്കിൽ സഫ ത്രൂ, ഇവർ രണ്ടും ത്രൂ മാത്രമേ, ഇപ്പം മെഹനാസിനാണെങ്കിലും ഫസ്മിനൊക്കെ ആണെങ്കിൽ ഈ സംഭവം കിട്ടുകയുള്ളൂ. അവർ ത്രൂ മാത്രമേ മറ്റൊരാളിലോട്ട് എത്തുകയുള്ളൂ അല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഫുൾ കൺഫ്യൂഷൻ, ഇത് ആരുടെ ഇതിന്റെ ഇടയിൽ കൂടെ ക്യാമിയോ ആയിട്ട് എൻ്റർ ചെയ്ത് കയറിയേക്കുന്നത്. എന്നിട്ട് ഈ ലല്ലൂമ്പി ഫസ്മിനയുടെ അക്കൗണ്ട് അടിച്ച് കളയാനെ കൊണ്ടുള്ള രീതിയിലുള്ള ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു സ്ക്രീൻഷോട്ട് കൂടെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഇവിടോട്ട് കൊടുക്കാം. അപ്പം ആ രീതിയിൽ എന്തൊക്കെയോ കടന്നിങ്ങനെ പുകയായിരുന്നു. അപ്പം ഇതിനകത്ത് ഇപ്പം ഈ ലല്ലൂമ്പി കിടക്കുന്നത് സഫയുടെ മടിയിലാണ്. ഇവരൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ബന്ധം ഇല്ല, നെഹി എന്ന് പറഞ്ഞാൽ നെഹി എന്നൊക്കെ ആയിരുന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാണെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ലല്ലൂമ്പി കൊടുത്തേക്കുന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്ന കാര്യമുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. സഫയുടെ സ്റ്റോറി എനിക്കറിയാൻ പാടില്ല, ഇവരെന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രഭാതത്തിലെടുത്ത് കാണുമ്പോൾ സഫയും നീ ഒളിച്ചോടി എന്നാണ് കാണുന്നത്. ഒളിച്ചോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മള് പിന്നെ വീട്ടുകാരുടെ അടുത്തൊക്കെ മാറ്റി ഞാൻ അവളെ ആരും സമ്മതമില്ലാതെ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവളെ കൊണ്ടുപോകുന്നു. അതാണ് ഒളിച്ചോട്ടം. ഇത് അവളവളെ വീട്ടിലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങനെ പറയാം സഫയും ഈ ലല്ലും അവീതും ഉണ്ടെന്ന് സംശയം, അങ്ങനെയൊക്കെ എഴുതി വിടാൻ. ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ മാത്രമേ കുഴപ്പമുള്ളൂ. പക്ഷെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് സംശയം ഉണ്ടെന്ന് പറഞ്ഞ കൊണ്ടേ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഇജാതി ഒരു പഹരുതാല് ചുകടി. ഞങ്ങള് ഒളിച്ചോടി എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് അവിഹിതം എന്ന് പറഞ്ഞിട്ട് സംശയം അത് കുഴപ്പമില്ലത് എന്തോന്നിടേ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സഫ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ, നമുക്ക് അതിലോട്ട് വരാം. ഇനി ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം മെഹനാസിന്റെ ഒരു കരച്ചിലുണ്ടായിരുന്ന സുഹൃത്തുക്കളെ, കണ്ണ് നനയിക്കുന്ന കാഴ്ചയാണ്, നമുക്കൊന്ന് കാണാം.
സത്യം പറഞ്ഞെങ്കിൽ ആവില്ല കേട്ടോ. ആ വീഡിയോ, ഇങ്ങനത്തെ വീഡിയോ ഒന്നും കാണാൻ എന്നെ കൊണ്ട് പറ്റണില്ല. ഓക്കെ, ഞാൻ റിക്കവറായി വരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാണാൻ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിർത്തുക നിങ്ങളെല്ലാവരും. ഓക്കെ, ആരാണെന്നുണ്ടെങ്കിലും എനിക്ക് ഓൾറെഡി എന്നെ കണ്ട് ഞാൻ ആകെ തളർന്ന് മരിച്ച് രണ്ടാമത് അങ്ങെത്തിയതിന് ശേഷം ഞാൻ റിക്കവറായി വരുന്നുള്ളൂ. ഞാൻ നിർത്തി വെച്ചേക്കാണ്. ഞാൻ മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒന്നും ഇടല്ലേ ദൈവം. എനിക്ക് സത്യം പറഞ്ഞാൽ ആവണില്ല കാണാൻ. സീരിയസ്ലി എനിക്ക് ഓൾറെഡി ഫസ്റ്റ് ടൈമിൽ കണ്ടപ്പോൾ തന്നെ അയ്യാ ഇല്ലാണ്ടായി പോയതാണ്. പിന്നെ ആവണില്ല, നിർത്തിയേക്ക് പ്ലീസ്. അതെ, മെഹനാസ് പറയുന്ന പോലെ ഇതൊന്നും നിർത്തിക്കൂടെ, ഇതൊന്നും നിർത്തുക എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. കുറെ കാലമായില്ലേ ഇത് ഇതുവരെ തീർന്നില്ല എന്നുള്ളതായിരിക്കും നിങ്ങളാണെങ്കിലും ചിന്തിക്കുന്നുണ്ടാവുക. അതെ ഗൈസ്, ഇത് ഇതുവരെ തീർന്നില്ലേ? അപ്പൊ മെഹനാസ് പറഞ്ഞ പോലെ ഇതിവിടെ നിർത്തുക, ഇതിവിടെ തീർത്തു അങ്ങനെ ഉള്ള രീതിയിൽ പറഞ്ഞ ഇതേ മെഹനാസ് ഇത് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഇവിടെ നിർത്തിയതാണ്, നിർത്താൻ പറഞ്ഞ വ്യക്തിയാണ്. അടുത്ത വീഡിയോ കണ്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ എനിക്ക് നല്ല വിഷമമായിരുന്നു, നല്ല സാഡായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ക്ഷീണമായിട്ട് കിടന്നുറങ്ങി. അതിനുശേഷം ഇതേ രാവിലെ എണീച്ചു. എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളോ, ഒരാൾ ഒരു വൈഫിനെ പറ്റി ഒരിക്കലും ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കൂല. ഒരു ഭർത്താക്കന്മാരും സ്നേഹിക്കുന്ന ഒരു പറയുന്നവരുണ്ടാവും, പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഓക്കെ, വെറുതെ നീ എന്താ കളിക്കണ? ഇത് നിർത്തണം, നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ തൊട്ട് പുറകെ അടുത്ത വീഡിയോ വിത്ത് ആ ഒരു ഫോട്ടോ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു സാധനമാണ്. ഒരു 10 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. എന്നിട്ട് വീണ്ടും പഴയ കാര്യങ്ങൾ പിന്നെ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു പോയ സംഭവങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഇതൊക്കെ സംസാരിച്ച വിഷയങ്ങളാണ്. ഇതൊക്കെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്കെന്താടാ വയ്യേ? ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സഫു ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. സഫു എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇസ് ദി വീഡിയോ ഓഫ് ലല്ലു ലൈയിങ് ഓൺ ഹിസ് ലാപ്പ് ഒറിജിനൽ. എനിക്കറിയത്തില്ല, ലല്ലുവിൻ്റെ കാര്യം എടുത്ത് ചോദിക്കേണ്ട. എൻ്റെ കൂടെ ഇല്ല അവൻ. അപ്പോൾ അവൻ എന്ത് സംഭവം, അവനെ ബാംഗ്ലൂർ ഇടക്കുണ്ടാവും, ഇടക്കൂടെ ഉണ്ടാവും, അത് എന്ത് കഥ എനിക്കറിയില്ല. മെഹന എവിടെ എനിക്കറിയത്തില്ല. അത് എന്നോട് ചോദിക്കണം എന്തിനാ? നിങ്ങൾ മേനക്ക് അറിയുന്നതും എല്ലാം നിങ്ങൾ അറിയില്ല. അപ്പോൾ മേനോട് ചോദിച്ചോളൂ, മേന എല്ലാവർക്കും റിപ്ലൈ തരും. ലല്ലു ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർ പോകുന്നു വരുന്നു, ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സഫൂന് അറിയാം. പക്ഷെ മെഹനാസ് എവിടെയെന്ന് എനിക്കറിയത്തില്ല. മെഹനാസ് എവിടെയെന്ന് അറിയത്തില്ല. പക്ഷേ ലല്ലു ബാംഗ്ലൂരിലൊക്കെ പോകുന്ന സംഭവങ്ങളൊക്കെ സഫൂക്ക് അറിയാം. ഞങ്ങൾ സഫു ബാക്ക് പറയൂ. ലല്ലുവിന് കെട്ടിക്കൂടെന്ന് എനിക്ക് ആവശ്യമില്ല. എനിക്ക് കെട്ടണമെങ്കിൽ എനിക്ക് എപ്പോഴും അവനെ കെട്ടാൻ എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഞാൻ ഒരു കുഴി നിർത്ത് ഒരു കുഴിയിലേക്ക് മാറി ആ കുഴി നിർത്ത് പടുകുഴിയിലേക്ക് ഞാൻ പോകണോ? നിങ്ങളൊന്ന് പറ, ഞാൻ ഇനി പടുകുഴിയിലേക്ക് പോകണോ? ഈ കുട്ടീനെ വെച്ച് ഞാൻ ഇനി പടുകുഴിയിൽ പോയിട്ട് ഞാൻ ഇനി എൻ്റെ ലൈഫിനെ സ്പോയിൽ ചെയ്യണമെന്നാണോ നിങ്ങൾ പറയണത്? പടുകുഴിയാ? നമ്മുടെ ലല്ലു പടുകുഴിയാ? സഫു ഇങ്ങനൊന്നും ആയിരുന്നില്ല സഫു നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഫസുവായിട്ട് അടിമഴക്കുണ്ടാക്കിയ സമയത്തേക്ക് സഫു പറഞ്ഞത് ഫസു നിന്നെക്കാട്ടി ബെറ്റർ ലല്ലൂമ്പിയാണ്, ലല്ലൂമ്പി കിടിലുമാണ്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇവര് നേരെ ഇപ്പൊ പറയുകയാണ് പടുകുഴിയാണെന്ന്. ഒടുവിൽ ലല്ലൂമ്പി സഫുവിനെ പൂജിച്ചു ഇല്ലേ? അന്ന് നമ്മുടെ ഫസു ഡയറിയുടെ വീഡിയോ ഇപ്പൊ പറയുന്നു പറഞ്ഞു നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴും ഫസു ഇത് പറയൂല. എന്നിട്ട് ഫസു ഇടയ്ക്ക് പറഞ്ഞൊരു സാധനമുണ്ട്, സഫുവിനെ പറ്റിയിട്ട് ഞാൻ ഇനി ഒന്നും പറയില്ല, അതിനി സഫുവിന്റെ അടുത്ത് പോയി ചോദിച്ചാൽ മതി. എന്തുവാ ഇവര് തമ്മിൽ യോജിച്ച സുഹൃത്തുക്കളെ, ഇവര് തമ്മിൽ ഫ്രണ്ട്സായി വീണ്ടും ഒക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാം. ആ വീഡിയോയുടെ ക്ലാരിറ്റി തരാമോ? എടാ ആ വീഡിയോയുടെ ക്ലാരിറ്റി ആ വീഡിയോയിൽ തല കാണുന്നുണ്ടോ? എന്തോ ആയിക്കോട്ടെ, അത് ആ വീഡിയോ ഇട്ടവൻ ആരാ? അവനോട് അന്വേഷിക്കുക. ആരാണ് അവനിക്ക് ആ വീഡിയോ ഇട്ട് കൊടുത്തത്? അവർക്കറിയാലോ കഥ എന്താ സംഭവം എന്ന്. അതെന്താണെന്ന് ചെയ്യാം. ലല്ലുവിന് ഒന്നും പോവാനില്ല. അവനിക്ക് എന്ത് കളികൾ വേണമെങ്കിലും കളിക്കാം. ലല്ലൂനിനി ഒന്നും പോകാനില്ല. അവൻ എന്ത് കളികൾ വേണമെങ്കിലും കളിക്കാം. അവൻ കുറേ നായിട്ട് കുറേ കളികൾ അവൻ കളിക്കണുണ്ട്. അവനൊരു കഴിവേറിയാണ്. എന്നാണെങ്കിൽ അപ്പം ലല്ലു ആണോ ഇതൊക്കെ പുറത്ത് വിട്ടേക്കുന്നത്? അപ്പം ലല്ലു ത്രൂ ആണ് ഈ സാധനങ്ങൾ പുറത്ത് പോയേക്കുന്നത്. അപ്പം അതാണ് എനിക്ക് അയച്ചേക്കുന്ന മെസ്സേജ് അയച്ചേക്കുന്ന വ്യക്തിയാണെല്ലാം പറഞ്ഞത്. ഫസ്മിനയുടെ അക്കൗണ്ട് അടിച്ചു പൂട്ടിക്കാനെ കൊണ്ട് നോക്കി അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് മുഖയിലേക്ക് മറ്റേ ഫോട്ടോക്കകത്ത് മുഖമൊക്കെ കാണുന്നുണ്ട്. ഇപ്പം മറ്റേ ഈ നമ്മുടെ ആട് സിനിമയ്ക്കകത്ത് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ഈ അവിഹിതം എന്ന് പറയുന്ന ഉണക്കമീൻ പോലെയാണ്, നമുക്ക് മടിച്ചില്ലെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം ഇതുപോലെ ഇതിന്റെ നാറ്റം ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെ കാര്യം. എന്നാണെങ്കിലും ബാക്കി കേൾക്കാം. ആ മാല, അതിൽ കാണുന്ന മാല ഞാൻ വോട്ടിങ്ങിന് പോയപ്പെട്ട മാല, ഇത് ഞാൻ അഴിച്ചു മാറ്റിയിട്ടില്ല. എനിക്ക് മാറ്റേണ്ട കാര്യമില്ല. അങ്ങനെ പേടിച്ച് നിൽക്കാനാണ് ഞാൻ ഇത് മാറ്റാം. ഫസ്റ്റ് ഞാൻ ഈ മാല മാറ്റത്തുള്ളൂ. ആണോ അല്ലേ? ഇത് സിൽവറാടാ. ആ മാല നിങ്ങൾ കണ്ടോ? അത് ഗോൾഡൻ ആണ്. അല്ല, അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. മാലയുടെ വ്യത്യാസം പറഞ്ഞത് അത്രേ. എൻ്റെ സഫു ഓക്കെ ആയിക്കോട്ടെ ഗൈസ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു അബ്സല്യൂട്ട് സിനിമയാണ്. ബാക്കി സഫു പറഞ്ഞത് നമുക്ക് കേൾക്കാം.
എനിക്ക് ഈ ഒരു ലൂപ്പിൽ നിൽക്കാൻ താല്പര്യമില്ല. ഫസ്മിനായിട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞ് സോൾവ് ആക്കിയത് നമ്മൾ തമ്മിലൊരു ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തല്ലുടുത്തത്തിൽ വെക്കാതിരിക്കാൻ വേണ്ടി, മനുഷ്യന്മാരാണ്, മരിക്കാനുള്ളവരാണ്. അതുകൊണ്ട് ആ ഒരു തല്ലുടുത്തത്തിലേക്ക് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഫസ്മിനടുത്ത് ഞാൻ മിണ്ടിയത്. പറഞ്ഞില്ലേ ഗൈസ്, അവർ തമ്മിൽ അവർ ഒന്നിച്ചു. എന്താണെങ്കിലും ഈ തിരിച്ചറിവ് നല്ലതാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തീരാം, അല്ലെങ്കിൽ നമുക്ക് കണ്ണടച്ച് ഉറക്കുന്ന സമയം മാത്രമേ ഉള്ളൂ നമ്മൾ ഭൂമിയുടെ ജീവിതം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ബാക്കി കേൾക്കാം. പൊന്നാരം കൊണ്ട് കുളിച്ച് പൊക്കിയപ്പോൾ നിന്റെ വീഡിയോ എക്സ്പോസ് ആക്കിയതാണ്. ഫസ്മിനാനെ ഞാൻ കുറ്റം പറയത്തില്ല. ഫസ്മിന ജെന്യൂനാണ്, എല്ലാത്തിനും ജെന്യൂനാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഓള് പാവാം. അതെ 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 അതെ, ഫസ്മിന പിന്നെ പാവമാണല്ലോ, ഫസ്മിന ജെന്യൂൻ ആണല്ലോ. അത് നമുക്ക് ഫസ്മിനയുടെ ജെന്യൂനിറ്റിയൊക്കെ നമുക്ക് മനസ്സിലായിരുന്നു. ഡയറിയുടെ കേസ് ഇപ്പം പറയും, നാളെ പറയും, അടുത്ത ഓണത്തിന് മുന്നെയെങ്കിലും ഫസു അത് പറയും അല്ലേ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്മിന ഇപ്പം എങ്ങനെ നടന്നിരുന്ന ആൾക്കാരാണ്, കീരിയും പാമ്പും പോലെ നടന്നിരുന്ന ആൾക്കാരാണ്. ഇപ്പം കണ്ട് ചക്കരെ പൊന്നെ അടയെ തേനെ പാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊള്ള, മറ്റേ വാഴ ടൂനകത്തിൽ മറ്റേ പാട്ടുകൂടെ ഇടായിരുന്നു. ഹൃദയം കീജമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്ക്. അത്രയുള്ളൂ. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ലടാ, ഞാൻ ഇത് ബോധറേ ചെയ്യുന്നില്ല, ഞാനത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ അത് മൈൻഡ് ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യേണ്ട? മരിക്കണോ? ഞാൻ മരിക്കണോ? എനിക്കിങ്ങനെ ഇതായി എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റി ഇതാക്കുന്നു പറഞ്ഞിട്ട് വേറെ വഴി എന്തായാലും എനിക്ക് മരിക്കലെന്നെ എനിക്ക് വേറെ വഴിയുള്ളൂ. വേറെ ഒരു വഴി ഞാൻ കാണുന്നില്ല. അതത്രേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും അല്ലേ എൻ്റെ. ഈ സമയത്തൊക്കെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ? ഇതൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് നിങ്ങളുടെ ലൈഫിനകത്തിൽ ഈ സാധനങ്ങളെല്ലാം വന്നിട്ട് ഇട്ടങ്ങ് ആർമാദിക്കുകയാണ് നിങ്ങൾ. സോറി, നിങ്ങളുടെ അപരാധിക്കുകയാണ് എല്ലാം കൂടെ വന്നിട്ട്. എന്നാണെങ്കിലും സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫസുവിലോട്ട് പോവാം. ഫസുവിന്റെ ഡയറിയുടെ കേസ് എന്തേ? ഫസു പറയൂ. ഫസു അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം, എന്തുകൊണ്ട് ഡയറിയുടെ വീഡിയോ ഇടാൻ ഇത്രയും താമസിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരുമായിരിക്കും. ഗൈസ്, ഇപ്പൊ പറയൂ, നമ്മുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ അത് സംഭവിക്കാൻ പോകുന്നു. ആ ഡയറിക്കകത്തിലെ കാര്യത്തെ പറ്റിയിട്ട് ഫസ്മിനെ പറയാൻ പോകുന്നു. പറയൂ ഫസു. സോ ഡയറിയുടെ വീഡിയോ എന്തുകൊണ്ടാണ് ഞാൻ ഡിലേ ആയതെന്നും അത് മാത്രമല്ല ഡയറിയുടെ വീഡിയോ ഇടാൻ ഞാൻ വെയിറ്റ് ചെയ്ത് എന്തിനാണെന്നും ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ടു ബി ഓണസ്റ്റ്, എന്നിട്ട് കളിക്കണ നീ എന്റെ പൊന്നു ഫസു. ഇത്രയൊക്കെ ആൾക്കാരെ പിന്നെ പൊട്ടന്മാരാക്കിക്കൊണ്ട് കളിക്കണ നീ. ഞങ്ങളെല്ലാവരും എന്തോ ഇക്കടെയൊക്കെ കളിപ്പുള്ളയാ ഒരുമാതിരി. ഫസ്മിന് ഇപ്പൊ മനസ്സിലാലോചിക്കുന്നത് എന്താണെന്നറിയോ? ഈ സത്യം എന്നിലൂടെ തന്നെ ഭൂമിയിൽ അലിഞ്ഞു ചേരട്ടെ എന്നുള്ളതാണ് ഫസ്മിനെ ആലോചിക്കുന്നത്. എന്താണെങ്കിലും നന്നായിട്ടുണ്ട്. ഈ റീസെന്റ് ആയിട്ട് എടുത്ത ഒരു ഇന്റർവ്യൂവിൽ ലല്ലുമ്പി കൊടുത്തേക്കുന്ന അടുത്തൊരു സാധനമുണ്ട്. ഈ പറഞ്ഞ ജലനാണെന്നൊക്കെ പറഞ്ഞു പറയുന്ന സംഭവം നമുക്ക് അതോടൊന്ന് കേൾക്കാം. ഇപ്പൊ നീയും ഫസിയും ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഈ ഇപ്പൊ ഡയറിയിൽ എഴുതിച്ചില്ലേ, ആ പയ്യനായിട്ടുള്ള ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ സംഭവം ഇത്താത്ത പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നേ ഇവനായിട്ട് അവീതും ഡ്രഗിന്റെ യൂസും കാരണത്താലാണ് ഞാൻ ബ്രേക്കപ്പ് ആയി. ഇവനായിട്ടുള്ള ഞാൻ ഓൾറെഡി ചാറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്ന ലവ് യു ആയിട്ടുള്ള മെസ്സേജ്, അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ഞാൻ ഇപ്പൊ എടുത്ത് ഒറ്റ ട്രെയിനിൽ വെച്ചാണ് നീ ജലന് മെസ്സേജ് അയച്ചിട്ടാണ്ട് ലവ് യു മിസ് യു എന്ന് പറഞ്ഞൊക്കെ എന്താ ആ കാര്യമൊക്കെ എന്താ വിളിക്കണ്ടേ? നീ ഒരുമാതിരി വർത്താനം പറയല്ലേ. അപ്പൊ ഞാൻ അങ്ങനത്തെ ലവ് യു ആയിട്ട് മെസ്സേജോ അല്ല നീ വന്നിട്ട് കാണാൻ അങ്ങനെ ഞാൻ പറഞ്ഞോ? ഈ ക്ലിപ്പാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഇതിൽ അവളോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഈ കേസ്, ഇതാണ് സംഭവം. ഇനിയിപ്പോ ഇതിന് കൂടുതൽ എന്താ പറയണ്ടേ? ഇതിൽ കൂടുതൽ ഫസൂക്ക് എന്താണ് പറയാനുള്ളത്? ഫസു കുറെ കാലമായിട്ട് എല്ലാവരുമായിട്ട് ഒരുമാതിരി പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളൊക്കെ എന്തോ ഒരു സപ്പോർട്ട് ചെയ്താന്ന് വീഡിയോ ചെയ്താണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? എന്താണെങ്കിലും നന്നായിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ലല്ലുമ്പി എന്താണ് ലല്ലുമ്പി ചെയ്യുന്നത്? ഹായ് ഗായ്സ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താ ഇപ്പോൾ ക്യാമറയുടെ മുൻപിൽ ഇരുന്നിട്ട് എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നത് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എന്തായാലും നിങ്ങൾ വിചാരിക്കുന്ന ടോപ്പിക്ക് പറയാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. കുഴപ്പമില്ല, മച്ചു ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഒരുപാട് ആലോചിച്ചു ഏത് കണ്ടന്റ് ഇടണം എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഞാനിപ്പോൾ ഇന്നിപ്പോൾ ലൈക്ക് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരോട്ട് ഷിഫ്റ്റ് ആയതാണ്. അപ്പോൾ ഷിഫ്റ്റ് ആയ ടൈമിൽ ലൈക്ക് ഹോം ടൂർ തന്നെ ആവാം ഫസ്റ്റ് കണ്ടന്റ് എന്നുള്ള രൂപത്തിൽ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സ്നേഹം മാത്രം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ എല്ലാവരും ക്ഷമിക്കുക. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഗുഡ് നൈറ്റ്. എന്ത് കുറവ്? ഒരു കുറവും ഇല്ല. ഞാൻ പറയല്ലേ, അബ്സല്യൂട്ട് സിനിമ ഇപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയത്. ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, നേരെ സോഷ്യൽ മീഡിയ ത്രൂ എല്ലാവരെയും കാണിച്ചുകൊണ്ടുള്ള ഒരു കല്യാണം, പിന്നീടുള്ള ഫാമിലി വ്ലോഗ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഇവർക്കിടയിൽ ഉണ്ടാവുന്ന അവിഹിതം അത് ഇവർ തന്നെ എടുത്ത് പബ്ലിക്കാക്കി ഇടുന്നു. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓരോരോന്ന് പറയുന്നു. പിന്നീട് ഇതിനിടയ്ക്ക് കുറേ ക്യാമിയോസ് ആയിട്ടൊക്കെ കയറുന്നു. ഇതിനകത്തുനിന്ന് കുറേ ഫണ്ടുകൾ ഉണ്ടാകുന്നു. ഒന്നെങ്കിൽ ഫോർച്യൂണർ വാങ്ങുന്നു, അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാറുകൾ വാങ്ങുന്നു.
പിന്നീട് ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർവ്യൂ കൊടുക്കുന്നു. അതിനുശേഷം രണ്ടാമതൊരാൾ, ഈ പാർട്ണറായിട്ടുള്ള ഒരാൾ ഡിവോഴ്സ് ആയതിനു ശേഷം, ഈ പറയുന്ന അവിഹിതക്കഥകളൊക്കെ ഇവർ തന്നെ സ്വയം പറഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ ഡിവോഴ്സ് ആകുന്നു. അതിന്റെ പേരിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ സെപ്പറേറ്റ് ഒരു ചാനൽ രണ്ടുപേരും തുടങ്ങുന്നു. അതിൽ നിന്ന് പിന്നീട് ഒരു വ്ളോഗറായിട്ട് മാറുന്നു. ഞാൻ പറഞ്ഞില്ലേ, അബ്സല്യൂട്ട് സിനിമയാണ് സുഹൃത്തുക്കളെ ഇത്. ഈ ഒരു സിനിമയ്ക്ക് ഒരു ടൈലന്റ് കൂടി ഉണ്ട്. ഏത്? നമ്മുടെ ഫസുവിന്റെ മറ്റേ ഡയറിയുടെ സ്റ്റോറി ഫസു തന്നെ പറയുന്നുള്ളത്. പക്ഷേ പറയൂല. അത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്മിനെ മനസ്സിൽ വിചാരിക്കണവർ തന്നെ ആ സത്യം ഫസ്മിനയിലൂടെ തന്നെ ഈ മണ്ണിൽ അലിഞ്ഞു തരുന്നതായിരിക്കും സുഹൃത്തുക്കളെ. എന്താണെങ്കിലും ഈ യൂണിവേഴ്സ് ഇവിടെ കൊണ്ട് അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാണെങ്കിൽ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.